86,400 കേൾക്കുമ്പോൾ വെറുമൊരു സംഖ്യയാണെന്ന് തോന്നുമല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെക്കൻഡുകളാണിവ. നിങ്ങളോട് എനിക്ക് വളരെ ഗൗരവമായി ചോദിക്കാനുള്ളത് ഇതാണ്. സത്യം പറയൂ, ഈ നിമിഷങ്ങളൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വെറുതെ പാഴാക്കി കളയുകയാണോ? ഓർക്കുക, സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. ഘടികാരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരി, നമുക്ക് ഈ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ അവലോകനം നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ ആണെന്ന് തന്നെ പറയാം. ജീവിതം എന്ന് പറയുന്നത് അത് കണ്ണിമ വെട്ടുന്ന വേഗത്തിലാണ് കടന്നുപോകുന്നത് കേട്ടോ. അപ്പോ കിട്ടിയ സമയം വെറുതെ കളയാതെ അതെങ്ങനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന്, സ്തംഭനാവസ്ഥ എന്ന ദുസ്വപ്നം. നമ്മളൊക്കെ ശരിക്കും പേടിക്കേണ്ട യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയാമോ? അത് തോൽവിയല്ല, പിന്നെയോ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വെറുമൊരു കാഴ്ചക്കാരനായി ഒരു അനക്കവുമില്ലാതെ അങ്ങനെ നിൽക്കുന്നതാണ്. ഒന്നാലോചിച്ചു നോക്കിയേ, ഒരിടത്ത് തന്നെ തളച്ചിടപ്പെടുന്ന ആ ഒരു സ്തംഭനാവസ്ഥ. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട യഥാർത്ഥ ദുസ്വപ്നം, അല്ലാതെ ട്രൈ ചെയ്ത് പരാജയപ്പെടുന്നതിനെ അല്ല. ഇനി ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കിയേ, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. 6 ദിവസം, പിന്നെ 6 ആഴ്ചകൾ, പെട്ടെന്നത് 6 വർഷമായി, ദാ ഇപ്പോൾ 60 വർഷം കഴിഞ്ഞിരിക്കുന്നു. മൊബൈലിൽ റീൽസ് കണ്ട് വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞതല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളുടെ അടുത്തുപോലും എത്തിയിട്ടുണ്ടാകില്ല. എത്ര ഭയാനകമായ അവസ്ഥയാണല്ലേ അത്? ആ ഒരു ചിന്ത ശരിക്കും നമ്മളെ അസ്വസ്ഥരാക്കണം. ആ ദുസ്വപ്നത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാൻ അത് നമ്മളെ നിർബന്ധിക്കണം. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലെത്തുന്നത്. സ്വപ്നം കാണുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും രണ്ടും രണ്ടാണല്ലേ? ശരിക്കും പറഞ്ഞാൽ സ്വപ്നം കാണാനും പ്ലാൻ ചെയ്യാനും വെറുതെ ചിന്തിച്ചിരിക്കാനുമുള്ള സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞുപോയി. അവിടെയൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാകൂ. ജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അത് നിർവഹണം അഥവാ പ്രാവർത്തികമാക്കൽ മാത്രമാണ്. ആ 86,400 സെക്കൻഡുകൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. 2. ഉടനടി പ്രവർത്തിക്കാനുള്ള 3 ശീലങ്ങൾ. ഈ പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നുള്ള പ്രായോഗികമായൊരു പരിഹാരത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മളിപ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്. കാര്യങ്ങളൊക്കെ ഭയങ്കര കാഷ്വലായാണ് കാണുന്നത്. അത് മാറ്റിയേ തീരൂ. അടിയന്തരമായി നമ്മൾ ശീലിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ശീലം, വെറുതെ ന്യായീകരണങ്ങൾ കണ്ടെത്തി ചിന്തിച്ചിരിക്കുന്നത് നിർത്തുക. രണ്ടാമത്തേത്, കൃത്യമായ പ്ലാനിംഗ് ആണ്. അതായത് തിങ്കളാഴ്ച എന്ത് ചെയ്യും, ചൊവ്വാഴ്ച എന്ത് ചെയ്യും, ബുധനാഴ്ച എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ക്ലിയറായ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. മൂന്നാമത്തേത്, ഇതാണ് ഏറ്റവും പ്രധാനം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ അവസാന ദിവസമാണെന്ന രീതിയിൽ അത്രയും തീവ്രമായ ഒരു ആവശ്യകതയോടെ ജീവിച്ചു തുടങ്ങുക. അതോടെ നിങ്ങളുടെ ലൈഫിന്റെ അർത്ഥം തന്നെ മാറും, ഉറപ്പാണ്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഈ നിർവഹണം? ഒരു മടിയും വിചാരിക്കാതെ റിസ്ക് എടുക്കാൻ തയ്യാറായി മുന്നോട്ടിറങ്ങുക. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ഐഡിയകളൊന്നും തനിയെ വർക്കാകാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ച പുസ്തകം തനിയെ എഴുതപ്പെടില്ല. ജിമ്മിലെ ആ വെയിറ്റുകൾ തനിയെ ഉയരില്ലല്ലോ. നിങ്ങൾ തന്നെ അത് ചെയ്യണം. ഒരു എക്സ്ക്യൂസുമില്ലാതെ ഇപ്പോൾ തന്നെ ആദ്യത്തെ ചുവട് വെക്കണം. 3. ഒരു സ്വപ്നവും ബാക്കി വെക്കാതിരിക്കുക. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ ഓട്ടം അവസാനിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ സമയം കളയുന്ന പരിപാടി നാം പൂർണ്ണമായും ഉപേക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: നിങ്ങളുടെ കാലം കഴിയുമ്പോൾ, ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ഒരൊറ്റ ഐഡിയ പോലും ബാക്കിയാകാൻ പാടില്ല. ആഗ്രഹിച്ച ഒരൊറ്റ സ്വപ്നം പോലും ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ മരിക്കരുത്. നിങ്ങൾ പുറത്തിറക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ പാട്ടുകൾ, എഴുതാൻ വിചാരിച്ചിരുന്ന പുസ്തകങ്ങൾ എല്ലാം ഈ ലോകത്തിന് നൽകണം. നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം പൂർണ്ണമായും ശൂന്യമാക്കിക്കൊണ്ട് വേണം മടങ്ങിപ്പോകാൻ. കാരണം ജീവിതമെന്ന് പറയുന്ന ഈ വലിയ അവസരം നമുക്ക് ഒറ്റത്തവണ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ പ്രപഞ്ചവുമായി പങ്കുവയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണോ, അതൊക്കെ മാക്സിമം പങ്കുവയ്ക്കുക. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം അത് ചെയ്യാൻ വേറെ ആരും വരില്ല. നിങ്ങളുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായും ഉപയോഗിച്ചു തീർക്കുക. 4. അവസാനത്തെ കുതിപ്പ്. ഇനിയാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. എല്ലാം പെർഫെക്റ്റ് ആവുന്ന ആ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് ഇനിയെങ്കിലും നിർത്തുക. കാരണം സത്യം പറയാമല്ലോ, അങ്ങനൊരു പെർഫെക്റ്റ് സമയം ഒരിക്കലും വരില്ല. തീരുമാനങ്ങളെടുക്കാൻ കഴിയാതെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന പരിപാടി ഇനി വേണ്ട. നിങ്ങളോട് തന്നെ കള്ളങ്ങൾ പറയുന്നത് നിർത്തുക. ആ കംഫർട്ട് സോണിൽ നിന്ന് എഴുന്നേറ്റ് കാലുകൾ നിലത്തുറപ്പിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങുക.
ഓരോ ദിവസവും നിങ്ങളാൽ കഴിയുന്നതിന്റെ മാക്സിമം നൽകുക. നിങ്ങളുടെ കയ്യിലുള്ള ഊർജത്തിന്റെ അവസാന തുള്ളിയും വിയർപ്പിന്റെ അവസാന തുള്ളിയും എന്തിന് രക്തത്തിന്റെ അവസാന തുള്ളി വരെ നൽകി ലക്ഷ്യത്തിനായി പൊരുതുക. നിങ്ങളുടെ അവസാന ശ്വാസം വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം കൂടി വെറുതെ നിങ്ങളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. അപ്പൊ ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആ വലിയ സ്വപ്നങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾ വെക്കുന്ന ആദ്യത്തെ ചുവടുവെപ്പ് എന്താണ്? ആ 86,400 സെക്കൻഡുകള് വെറുതെ ചോർന്നു പോകുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ ആ ചുവട് വെക്കുക. നിങ്ങളുടെ സമയം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഉണർന്നു പ്രവർത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും മറക്കരുത്. ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.